ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ഒരു റൈസ് ക്രീമായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. ഈ റൈസ് ക്രീമിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് റൈസിൽ. അപ്പോൾ ഇത് നമുക്ക് ഒരു ഏജിങ് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സാഗ് ചെയ്യുക, സ്കിൻ തൂങ്ങുക, അതുപോലെ തന്നെ സ്കിന്നിൽ പാടുകൾ വരിക, പിന്നെ സൺ ടാൻ ഏൽക്കുമ്പോൾ വളരെ സെൻസിറ്റീവ് ആകുക, ചുളിവുകൾ വീഴുക, സ്മൈൽ ലൈൻ, ക്രോ ലൈൻസ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്ന സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാനായിട്ട് നമുക്ക് ഈ റൈസ് ക്രീം ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ റൈസ് ക്രീം ഇത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ടെന്ന്. മാത്രമല്ല കേട്ടോ, സ്കിന്ന് ബ്രൈറ്റ് ആവും, പിന്നെ അതിൻ്റെ സ്റ്റാർച്ച് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും പിന്നെ മെയിനായിട്ട് പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് പറ്റുന്നതാണ് നമ്മുടെ സ്കിന്നിലെ സുഷിരങ്ങളൊക്കെ വലുതാവും അല്ലേ. അപ്പോൾ അത് നമുക്ക് വൈറ്റ് ഹെഡ്സ് ആയിട്ടും ബ്ലാക്ക് ഹെഡ്സ് ആയിട്ടൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ മോയ്സ്ചറൈസർ ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ ഈ റൈസ് ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ പോഴ്സൊക്കെ ചുരുങ്ങുന്നതിന് കേട്ടോ, അത് മോയ്സ്ചറൈസർ ആവുന്നതിനും സ്കിന്നിൽ ഈർപ്പം നിലനിർത്തുന്നതിനും സ്കിന്ന് സെൽസ് റിപ്പയർ ചെയ്യുന്നതിനും എന്ന് തുടങ്ങി പിഗ്മെൻറ്റേഷൻ പോകുന്നതിനും കറുത്തപാടുകൾ പോകുന്നതിനും എല്ലാത്തിനും റൈസ് ക്രീം അത്യുത്തമമാണ്. ഇതാണ് റൈസിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, തിക്നെസ് കൂട്ടാനായിട്ട് നമ്മളിത് അങ്ങനെയുള്ള ഉപയോഗത്തിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേങ്കിൽ ഇതിന് വേറെ ഗുണങ്ങളുണ്ട്. ഇതിലുണ്ട് നിറയെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ്, പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും എല്ലാം സ്കിന്നിൻ്റെ, പിന്നെ വൈറ്റമിൻ എ ഉണ്ട്, അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്. ഇതെല്ലാം സ്കിന്നിൻ്റെ ആവശ്യമായ പോഷകങ്ങളെല്ലാം ഇതിലും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ക്രീം രണ്ട് തരത്തിലുള്ള ക്രീമാണ് ഞാനിന്ന് പറയുന്നത് കേട്ടോ. ആദ്യത്തെ ക്രീം എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു 3 സ്പൂൺ റൈസ്, വെളുത്ത റൈസ് മതി കേട്ടോ. അത് നമ്മളൊരു 5 മണിക്കൂർ നമുക്കത് കുതിർത്തി വെക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി വേണേ കുതിർത്തി വെച്ചിട്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണം. മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് അത് ഒരു അരിപ്പ വെച്ചോ അല്ലെങ്കിൽ ഒരു ടവല്, ഒരു മസ്ലിൻ ക്ലോത്ത് നമുക്ക് അരിച്ചെടുക്കാനാണ്. എന്നാൽ നമുക്ക് അരിച്ചെടുക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ആ വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഈ വെള്ളത്തിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നന്നായിട്ട് ഇളക്കി അത് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കത് കുറുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഈ കോൺ സ്റ്റാർച്ച് ഇട്ടുകൊണ്ട് പെട്ടെന്ന് അത് ഇങ്ങനെ കുറുകി കട്ട പിടിക്കാനുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ കുറച്ച് തീയിൽ സമയമെടുത്ത് അത് ഇളക്കി ഒരു ക്രീം പരുവാകുമ്പോൾ അത് ഇറക്കി വെക്കണം. ഇറക്കി വെച്ച് അതിലേക്ക് നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് 2 എണ്ണം സ്ക്യൂസ് ചെയ്ത് അത് ഒഴിക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ, പിന്നെ ലെമണോ റോസ് എസൻഷ്യൽ ഓയിൽ, എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ 2 തുള്ളി ഒഴിച്ചാൽ നല്ല സ്മെല്ല് കിട്ടും കേട്ടോ. ലെമണാണെങ്കിൽ നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു കണ്ടെയ്നറിലാക്കി അവിടെ വയ്ക്കുക. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് മുഖം ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് പിന്നെ കിടക്കുന്നതിന് മുന്നേ അങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇതാണ് ഞാൻ തരുന്ന ആദ്യത്തെ ക്രീം കേട്ടോ. അടുത്തതൊരു ജെൽ ആണ് കേട്ടോ, പിന്നെ റൈസ് വാട്ടർ ജെല്ലാണ്. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് റൈസ് വാട്ടറാണ്. പിന്നെ നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ്, കോക്കനട്ട് ഓയിൽ, പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ റൈസ് കുതിരിയിട്ടല്ലോ, നമ്മൾ സോക്ക് ചെയ്ത് ഈ പിന്നെ റൈസ് എടുക്കാൻ നമുക്കൊരു 3 സ്പൂൺ റൈസ് എടുത്തോളൂ. റൈസ് എടുത്ത് അതൊന്ന് 8 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് സോക്ക് ചെയ്യാൻ. എന്നിട്ട് അത് സോക്ക് ചെയ്ത് വെച്ച് അത് നന്നായിട്ട് റൈസൊക്കെ തിരുമ്പി ആ വെള്ളത്തിൽ തന്നെ കഴുകി അരിച്ചെടുത്ത വെള്ളമാണ് നമുക്ക് 2 സ്പൂൺ വേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് അലോവേറ ജെല്ല് ഒരു 3 സ്പൂൺ വേണം. അപ്പോൾ ഈ 3 സ്പൂൺ അലോവേറ ജെല്ലിൽ
ഈ 2 സ്പൂൺ റൈസ് വാട്ടർ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. അതിലേക്ക് വൈറ്റമിൻ ഇ 2 എടുത്ത് സ്ക്യൂസ് ചെയ്ത് ഇവിയോൺ പച്ച നിറത്തിലുള്ളത് മതി കേട്ടോ. സ്ക്യൂസ് ചെയ്ത് അതങ്ങോട്ട് ഒഴിക്കുക. പിന്നെ നമുക്ക് കോക്കനട്ട് ഓയിൽ 1/2 സ്പൂൺ, ഇനിയിപ്പോൾ ബദാം ഓയിൽ ഒഴിക്കാം, ഒലിവ് ഓയിൽ ഒഴിക്കാം, കോക്കനട്ട് ഓയിൽ ഏതാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്കത് 1/2 സ്പൂൺ ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു കണ്ടെയ്നറിലാക്കി അങ്ങ് വെച്ചോളൂ. ഇതും എല്ലാ ദിവസവും നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്ന ക്രീമാണ്. ഇത് അപ്ലൈ ചെയ്ത് ഞാൻ നന്നായിട്ട് മുഖമൊക്കെ നമ്മൾ മിക്കവാറും കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കുറച്ചെടുത്ത് മുഖത്തും കഴുത്തിലും കൈകളിലും എല്ലാം അങ്ങ് അപ്ലൈ ചെയ്യുക. 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അത് നല്ല ഒരു ജെല്ലാണ് ഇത്. കാര്യം അലോവേറ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, സ്കിൻ റിപ്പയർ, സെൽസ് റിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ അന്നന്ന് നമുക്ക് കേൾക്കുന്ന സൺ ടാനും പിന്നെ എല്ലാം എന്താ പറയുക, നമ്മൾ വെയിലത്തു നിന്നൊക്കെ വരുമ്പോൾ മുഖമൊക്കെ വല്ലാണ്ട് ഇരുണ്ടിരിക്കുമല്ലോ, അതൊക്കെ പോകുന്നതിനും പിന്നെ ചുളിവ് മാറുന്നതിനും പാടുകൾ പോകുന്നതിനും തിളക്കം കിട്ടുന്നതിനും എല്ലാത്തിനും ഈ അലോവേറ ജെല്ല് നമ്പർ 1 ആണ്. അതുകൊണ്ട് നമുക്കിതൊരു ജെൽ രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ റൈസ് വാട്ടറും അലോവേറ ജെല്ലും വൈറ്റമിൻ ഇയും കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അത് നല്ലൊരു കണ്ടെയ്നറിലാക്കി വെക്കുക, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും ഇത്. നന്നായിട്ട് നിങ്ങളത് പിന്നെ വായു അടക്കാത്ത നല്ല കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. റൈസ് ക്രീം ഉണ്ടാക്കാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ അത് അരി കുതിർത്ത വെള്ളം 2 സ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ 3 സ്പൂൺ അലോവേറ ജെല്ല് എടുക്കുക. പിന്നെ 1/2 സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കുക. പിന്നെ 2 വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ്. ഇത്രയാണ് നമുക്ക് പിന്നെ ജെല്ലിന് വേണ്ടത്. റൈസ് വാട്ടർ ജെല്ലാണിത്. ഇത് നമ്മൾ റൈസ് വാട്ടർ തലേന്ന് തന്നെ 8 മണിക്കൂർ സോക്ക് ചെയ്ത എടുത്ത വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിത് ഒന്നും കൂടെ പറഞ്ഞത് എന്താണെന്നോ, നിങ്ങളതൊന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ കോക്കനട്ട് ഓയിലും അലോവേറ ജെല്ലും റൈസ് വാട്ടറും പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് നന്നായിട്ട് പിന്നെ കോക്കനട്ട് പിന്നെ അലോവേറ ജെല്ലിൽ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ആവണം കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡാക്കി ഇത് നല്ലൊരു ജെൽ പരുവത്തിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ. വീട്ടിലിരിക്കുമ്പോൾ മതി, പുറത്തു പോകുമ്പോഴൊന്നും വേണ്ട. അപ്പോൾ നല്ലൊരു ജെൽ രൂപത്തിലാക്കി ഇത് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മതി. എല്ലാ ദിവസവും ഇത് നിങ്ങൾക്ക് മുഖം ക്ലെൻസ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ ശരിക്കല്ലേ. അപ്പോൾ 2 തരത്തിലുള്ള റൈസ് ക്രീം ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് എല്ലാ പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ ഏജ് ആയിട്ടുള്ളവർക്കാണല്ലോ ഇതിൻ്റെ എല്ലാം ആവശ്യം കൂടുതലായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി വെച്ച് നിങ്ങൾ ഉപയോഗിക്കണം. പിന്നെ എന്നെ വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.